UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ ഗുരുതര തെറ്റുകൾക്ക് പിന്നാലെ 3 പരീക്ഷകൾ വീണ്ടും നടത്താനുള്ള തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം. NTA പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഡൽഹിയിലെ NTA ഓഫീസിലേക്ക് വൈകിട്ട് SFI മാർച്ച് നടത്തും. കേന്ദ്രവും NTAയും നീതിയുക്തമായ പരീക്ഷാ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ദേശീയ പരീക്ഷാ ഏജൻസി ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണെന്നും രാഹുൽ ഗാന്ധിയുടെ എക്സ്പോസ്റ്റ്. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത് ലാൽ, എന്തായാലും UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകളിലെ ഈ തെറ്റുകൾക്ക് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇത് SFI കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെന്ന് വൈകിട്ട്. സോന, അതുതന്നെയാണ് നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ തന്നെ UGC അല്ലെങ്കിൽ ഈ NDA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും 3 പരീക്ഷകൾ നടത്താനുള്ള ഇന്നലെ രാത്രി തന്നെ NDA പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിനിറങ്ങിയത്. ഇന്ന് രാവിലെ NSA പ്രതീകാത്മകമായി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു NDA ഓഫീസിലേക്ക്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് SFI, ISA, ASF 3 ഇടതുപക്ഷ സംഘടനകൾ ഒരുമിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 3 മണിക്ക് SFIയും അതുപോലെ തന്നെ ISAയും ASFും ഇന്ന് 3 മണിക്ക് NDAയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഓക്കലയിലേക്ക് മാർച്ച് നടത്തും. ഏതായാലും മാർച്ചിനെ ബാരിക്കേഡ് വെച്ച് തടയുമെന്ന്, മാർച്ചിന് അനുമതിയില്ല എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തം വന്ന് 1 മണിയോടെ SFI ഇടത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മാർച്ചിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇടത് വിദ്യാർത്ഥി യൂണിയനുകൾ വ്യക്തമാക്കിയത്. നേരത്തെ SFI മാത്രമായിരുന്നു മാർച്ച് പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ. എന്നാൽ മറ്റു സംഘടനകളും ASFും പിന്നെ ISAയും പ്രത്യേകം മാർച്ച് പ്രഖ്യാപിക്കും. പിന്നെ ഇടതു സംഘടനാ വിദ്യാർത്ഥി സംഘടനാ യോഗം ചേർന്ന് ഒരുമിച്ച് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെ രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ഉണ്ടാക്കിയ സംവിധാനം പരീക്ഷ നടത്താൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിന്നെ നരേന്ദ്രമോദിക്കാണ്, പ്രധാനമന്ത്രിക്കാണ്. ഒരു മന്ത്രി രാജിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുകൊണ്ട് തീരുന്നതല്ല NDAയിലെ പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം തൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ NDAക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുണ്ടാകും. അതിൻ്റെ സൂചനയാണ് ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധവും വൈകിട്ട് നടക്കാൻ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.